നമസ്കാരം, എല്ലാവർക്കും ആനന്ദ സായി പട്ടാഴി എന്ന യൂട്യൂബ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു അയ്യപ്പ ഭക്തിഗാനത്തിൻ്റെ തബല നോട്ട്സാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. പാട്ടെന്ന് പറയുന്നത് അഖിലാണ്ട ബ്രഹ്മത്തിൻ എന്ന ദാസേട്ടൻ പാടിയ വളരെ മനോഹരമായ ഒരു അയ്യപ്പ ഭക്തിഗാനമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇതിനു മുൻപ് മലയാളം സിനിമാ ഗാനങ്ങളുടെ തബല നോട്ട്സും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി തബല നോട്ട്സും എല്ലാം ചെയ്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങളതെല്ലാം കണ്ടിട്ടില്ലെങ്കിൽ അതെല്ലാം കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഓൺലൈൻ ഹിന്ദുസ്ഥാനി തബല ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ പാട്ടിൻ്റെ സ്കെയിലാണ്. ഈ പാട്ടിൻ്റെ സ്കെയിൽ എന്ന് പറഞ്ഞ് ഡി, 2 ഘട്ട ശ്രുതിക്കാണ് നമുക്ക് ഈ പാട്ട് വായിക്കേണ്ടത്. നമുക്കിതിൻ്റെ നോട്ട്സ് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പാട്ടിൻ്റെ ആദ്യം വായിക്കേണ്ടതിൻ്റെ BGM ആണ്. BGM പോർഷൻ നമുക്ക് തബല ആ പാട്ടൊന്ന് കേൾക്കുമ്പോൾ അറിയാം എവിടെയാണ് നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് വായിക്കേണ്ട നോട്ട് എന്ന് പറയുന്നത് ധിൻ ധിന്ന ധിന്ന ധിൻ ധിന്ന ധിന്ന എന്ന നോട്ടാണ് അവിടെ വായിക്കേണ്ടത്. ധിൻ ധിന്ന എങ്ങനെ സ്ലോയിൽ വായിക്കാൻ നോക്കുക. ധിൻ ധിന്ന ധിന്ന ധിൻ ധിൻ എന്ന് പറഞ്ഞ ഇൻഡെക്സ് മിഡിൽ ഫിംഗറാണ് ഡഗ്ഗ വായിക്കേണ്ടത്. ധിൻ എന്ന നോട്ടാണ് വായിക്കേണ്ടത്. ധിൻ ധിൻ നെക്സ്റ്റ് ന, നെക്സ്റ്റ് ധിൻ മിഡിൽ ഫിംഗറാണ് ഡഗ്ഗ വായിക്കേണ്ടത്. ധിൻ നെക്സ്റ്റ് ന. അപ്പോൾ ധിൻ ധിന്ന ധിന്ന ധിൻ ധിന്ന ധിന്ന. എന്ന നോട്ടാണ് നമുക്ക് അവിടെ വായിക്കേണ്ടത്. അങ്ങനെ വായിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസ അഖിലാണ്ട ബ്രഹ്മത്തിന് എന്ന നോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ വായിക്കുമ്പോഴും നമുക്ക് ഇതേ സെയിം നോട്ട് തന്നെയാണ് അവിടെയും വായിക്കേണ്ടത്. അവിടെ നമുക്ക് ഫസ്റ്റ് പല്ലവി ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അഖിലാണ്ട ബ്രം എന്ന് വായിച്ച് തുടങ്ങുമ്പോൾ ന ന എന്നൊരു നോട്ട് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമുക്ക് നോട്ട് വായിക്കേണ്ടത്. അപ്പം അഖിലാണ്ട ബ്രം ദിന്ന ദിന്ന അവിടെ നമുക്ക് വായിക്കേണ്ട സെയിം നോട്ട് തന്നെയാണ്. ധിൻ ധിന്ന ധിന്ന എന്ന ആ സെയിം നോട്ട് തന്നെയാണ് അവിടെയും വായിക്കേണ്ടത്. അപ്പം അഖിലാണ്ട ബ്രം ദിൻ ദിന്ന ദിന്ന ദിൻ ദിന്ന ദിന്ന എന്ന നോട്ടാണ് നമുക്ക് അവിടെയും വായിക്കേണ്ടത്. അങ്ങനെ അത് ഫുൾ അങ്ങനെ തന്നെ വായിച്ചിട്ട് അവസാനം ലാസ്റ്റ് ഒരു ധായും കൂടെ ചേർത്ത് ദിഹായി വായിച്ച് അങ്ങനെ നിർത്തുകയാണ്. അത്രയും ഉള്ളൂ ഫസ്റ്റ് പല്ലവി സ്റ്റാൻസ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വരുന്ന BGM നോട്ടും നമ്മൾ ഈ പഠിച്ച അതേ സെയിം നോട്ട് തന്നെയാണ്. ധിൻ ധിന്ന ധിന്ന എന്ന അതേ സെയിം നോട്ട് തന്നെയാണ് വായിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്ന സെക്കൻഡ് സ്റ്റാൻസയാണ് നാദസരസിലെ ഹംസധ്വനികളിൽ എന്ന ലൈനാണ് വരുന്നത്. അവിടെ നമ്മൾ ആദ്യം വായിക്കുമ്പോൾ നാദസരസിലെ എന്ന് കഴിയുമ്പോൾ ന എന്നൊരു നോട്ടോടെ ചേർത്തിട്ടാണ് നെക്സ്റ്റ് നോട്ട് വായിക്കുന്നത്. ന. അപ്പോൾ നാദസരസിലേന്ന് ലേ എന്ന ഭാഗം വരുമ്പോൾ നമുക്ക് ന എന്നൊരു നോട്ട് വായിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ച അതേ നോട്ട് തന്നെയാണ് അവിടെയും വായിക്കുന്നത്. ധിൻ ധിന്ന അധിന്ന എന്ന ആ സെയിം നോട്ട് തന്നെ അവിടെയും വായിക്കുന്നു. നമ്മളങ്ങനെ നാന വായിച്ച് ധിൻ ധിന്ന അധിന്ന ധിൻ ധിന്ന അധിന്ന എന്ന നോട്ടും വായിച്ചിട്ട് അവസാനം നമുക്ക് തിഹായി വായിച്ച് അവിടെ നിർത്തണം. നമ്മൾ ധിൻ ധിന്ന അധിന്ന എന്ന് വായിച്ച് അവസാനം ധ നന തിട്ട് ധ എന്നൊരു തിഹായും കൂടെ വായിച്ചാണ് നമുക്ക് അവസാനം എൻഡ് ചെയ്യേണ്ടത്. അപ്പം ധിൻ 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 ധിന്ന ധ നന തിട്ട് ധ ധിൻ ധിന്ന ധ നന തിട്ട് ധ വായിച്ചിട്ട് ന തിട്ട് അത് കഴിഞ്ഞിട്ടൊരു ധായും കൂടെ ധ. എന്നൊരു തിഹായും കൂടെ വായിച്ച് നമുക്ക് അവസാനം എൻഡ് ചെയ്യുന്നു. അങ്ങനെ വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പല്ലവിയാണ് വായിക്കേണ്ടത്. പല്ലവി നേരത്തെ പഠിച്ച പോലെ തന്നെ പല്ലവിയും വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നത് BGM ആണ്. BGM നോട്ടിൽ നമ്മൾ ആദ്യം പഠിച്ച ആ ധിൻ ധിന്ന ആധിന്ന എന്ന ആ ഒരു നോട്ട് തന്നെ സെയിം വായിച്ചിട്ട് അതിൻ്റെ അവസാനം ആ ഒരു തിഹായി BGM എൻഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു നോട്ട് കൂടെ ചേഞ്ച് ആവുന്നുണ്ട്. ഈ ധിൻ ധിന്ന ധിന്ന വായിച്ചു കഴിഞ്ഞിട്ട് ഒരു നോട്ട് കൂടെ സെപ്പറേറ്റ് വരുന്നുണ്ട്. ആ നോട്ട് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഈ ധിൻ ധിന്ന ധിന്ന എന്ന് വായിച്ചു കഴിഞ്ഞിട്ട് അവസാനം ധത്തിട്ട് 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 ധ എന്നൊരു നോട്ട് കൂടെ വായിക്കുന്നുണ്ട്. ധത്തിട്ട് ധാത്തിട്ട് ധത്തിട്ട് ധത്തിട്ട് ധ ധത്തിട്ട് ധാത്തിട്ട് ധത്തിട്ട് ധത്തിട്ട് ധ എന്നൊരു നോട്ടോടെ അവിടെ ചേർത്ത് വായിച്ചിട്ടാണ് അത് ആ ഒരു BGM എൻഡ് ആവുന്നത്. അപ്പോൾ നമ്മൾ BGM ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ധിൻ ധിന്ന ധിന്ന ധിൻ ധിന്ന ധിന്ന എന്ന് തന്നെയാണ് വായിക്കുന്നത്. ആ BGM കേൾക്കുമ്പോൾ അറിയാം ഒരു നോട്ട് ചേഞ്ചിങ് അറിയാം. ഒരു നെക്സ്റ്റ് ഒരു BGM വരുമ്പോൾ ഇൻസ്ട്രുമെൻറ്റ് വരുമ്പോൾ നമുക്ക് ധത്തിട്ട് 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 ധ ധത്തിട്ട് 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 ധ
ധാത്തിട്ട് 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 ധ എന്നൊരു നോട്ടോടെ ചേർത്ത് വായിച്ച് നമുക്ക് ആ ബീജം ഇൻഡ് ചെയ്യുന്നു. അടുത്ത് വരുന്നത് മൂന്നാമത്തെ സ്റ്റാൻസയാണ്. ഷൺമുഖ പ്രിയരാഗ തീർത്ഥത്തിൽ ആറാടി എന്ന ലൈനാണ് വരുന്നത്. അവിടെ നമ്മൾ ഇതേപോലെ പഠിച്ചതുപോലെ തന്നെ നാദ്യം ന എന്ന് ചേർത്ത് വായിച്ചിട്ട് ധിൻ ധിന്ന അധിന്ന എന്ന അതേ സെയിം നോട്ട് തന്നെയാണ് വായിക്കുന്നത്. അവസാനം നമുക്ക് ഒരു തിഹായി വായിച്ച് നിർത്താൻ. നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ഒരു തിഹായി ധ നന തിട്ട് ധ എന്നൊരു തിഹായി പഠിച്ചു. ആ സെയിം തിഹായി തന്നെ ഇവിടെയും വായിച്ച് അങ്ങനെ എൻഡ് ചെയ്യുന്നു. നമുക്ക് പിന്നെയും പല്ലവി വായിക്കുന്നു. പല്ലവി വായിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് വേറൊരു തിഹായിയാണ് വായിച്ച് നിർത്തേണ്ടത്. പുതിയൊരു തിഹായിയാണ് വായിച്ച് നിർത്തേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് വായിക്കേണ്ട തിഹായി എന്ന് പറഞ്ഞാൽ നമ്മൾ ധിൻ ധിന്ന അധിന്ന എന്ന് വായിച്ചു കഴിഞ്ഞിട്ട് ധ ധ തിട്ട് ധ തിന്ന ധ എന്നൊരു തിഹായും കൂടെ വായിച്ചാണ് ഏറ്റവും ലാസ്റ്റിൽ എന്ന് വെച്ചാൽ പാട്ട് എൻഡ് ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് വായിച്ച് നിർത്തേണ്ടത്. അപ്പം ധിൻ ധിന്ന അധിന്ന ധിൻ ധിന്ന ധിന്ന എന്ന് വായിച്ച് ധ ധ തിട്ട് ധ തിന്ന ധ ധ ധ തിട്ട് ധ തിന്ന ധ ധ ധ തിട്ട് ധ തിന്ന ധ. അപ്പോൾ ധിൻ ധിന്ന എന്ന് വായിച്ചിട്ട് എന്ന് വായിച്ചാണ് ഏറ്റവും അവസാനം തിഹായി നമുക്ക് വായിച്ച് നിർത്തി പാട്ട് എൻഡ് ചെയ്യേണ്ടത്. ഇത്രയും ഉള്ളൂ ഇതിൻ്റെ ഈ ഒരു പാട്ടിൻ്റെ നോട്ട് എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. സിമ്പിൾ നോട്ടാണോ വരുന്നത്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വേറെ നോട്ടുകളൊക്കെ വരുന്നു എന്നൊഴിച്ച് ബാക്കിയെല്ലാം ഒരേ സെയിം നോട്ട് തന്നെയാണ് പോകുന്നത്. ഇത്രയും ഉള്ളൂ ഇതിൻ്റെ തബല നോട്ട്സ് എന്ന് പറയുന്നത്. ഇതെല്ലാവരും പഠിച്ചെടുക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങൾ ഈ വീഡിയോ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഓൺലൈൻ ഹിന്ദുസ്ഥാനി തബല ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.